ഹായ് അഖിൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് അഖിൽ ചെയ്യാൻ പോകുന്നത്? ഇത് ഞാനൊരു സ്പോട്ട് ഡബിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കൂടാതെ നമ്മുടെ യുവതാരങ്ങളുടെ ലൈവ് വോയിസ് ഇമിറ്റേഷൻ ചെയ്യാം. ലൈവ് ഇമിറ്റേഷൻ, ലൈവ് വോയിസ് ഇമിറ്റേഷൻ, അതായത് ആ താരങ്ങൾ ഇവിടെ വന്നാൽ ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ. റിയൽ ലൈഫിൽ അവർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ തുടങ്ങാം. ഓക്കെ, വികാസ് റെഡി ആക്കിൽ. ആദ്യം ആരുടെ ശബ്ദത്തിലാണ് സംസാരിക്കാൻ? ആദ്യം പൃഥ്വിരാജിന്റെ വോയിസ് ആണ്. ശരി, പൃഥ്വിരാജിനോട് ഒരു ചോദ്യം. ഓക്കെ. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിലാണ് പൃഥ്വിരാജ് ഞാനും ആദ്യമായിട്ട് ഒരുമിച്ച് കൂടുന്നത്. എന്ത് തോന്നിയ ആ സിനിമയ്ക്ക് ശേഷം? കോമഡി ക്യാരക്ടേഴ്സ് അല്ല പിന്നെ ചെയ്തേക്കുന്നത്, വളരെ സീരിയസ് ആയിട്ട് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തു. അതിനിടയ്ക്ക് നമ്മൾ പാവാടയിൽ ചെയ്തു, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹ്യൂമർ ക്യാരക്ടർ. പിന്നീട് എന്തുകൊണ്ട് ചെയ്തില്ല? നാദൃഷിക, ഞാൻ ആക്ച്വലി നാദൃഷികയുടെ ഡെബ്യൂ ഡയറക്ടോറിയൽ ഫിലിമാണ് അമർ അക്ബർ അന്തോണി. അപ്പോൾ ഞാനും ഇന്ദ്രേട്ടനും ജയേട്ടനും ഇവർ രണ്ടുപേരും ഹ്യൂമറിൽ തിളങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ലെവലിൽ എനിക്ക് ഹ്യൂമർ ചെയ്യണമെങ്കിൽ ഞാനത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ നാദൃഷികയുടെ ഫിലിമിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഹ്യൂമർ വർക്കൗട്ട് ആവും എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നീട് എല്ലാ ജേണറിലുള്ള മൂവി എനിക്ക് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോഴും ഹ്യൂമർ ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നാദൃഷികയുടെ അടുത്ത ഫിലിമിലൂടെ എനിക്കത് സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത ആരാണ് അഖിൽ? അടുത്തത് സണ്ണി വെയിൻ. സണ്ണി വെയിൻ്റെ അടുത്ത് ആര് ക്വസ്റ്റ്യൻ ചോദിക്കും? നമസ്കാർ. യെസ്, ഈ പൃഥ്വിരാജിനോട് പറഞ്ഞ പോലെ തന്നെ പക്ക ഹ്യൂമറായിട്ടുള്ള ക്യാരക്ടറിലൂടെയാണ് വന്നത് അല്ലേ, സെക്കൻഡ് ഷോ എന്നുള്ള പടം. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നത് വളരെ സെലക്റ്റീവായി ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേറൊരു തലത്തിലേക്ക് നീങ്ങി ഹീറോ ആയി. പിന്നീട് തമാശയായി ബന്ധപ്പെട്ട ഒരു സിനിമയും കാണാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും സീരിയസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂമറായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. പിന്നെ പുതിയ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് അവരെല്ലാവരും നമ്മളെ വിളിക്കണമെങ്കിൽ നമുക്ക് എല്ലാ ജോണറും പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ക്യാരക്ടർ സെലക്റ്റീവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഗിനിങ്ങിൽ അങ്ങനത്തെ മൂവീസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ സെലക്റ്റീവാണ് എന്ന് ബാക്കിയുള്ളവരെ തോന്നിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയത്. ഇപ്പോൾ ഹീറോ ആണ്, പക്ഷേ ഇനി സപ്പോർട്ടിങ് ക്യാരക്ടർ തന്നാൽ ചെയ്യും? തീർച്ചയായിട്ടും ചെയ്യും. ബിക്കോസ് ആസ് ആൻ ആക്ടർ നമ്മളിങ്ങനെ ചെയ്യണമല്ലോ. നമ്മളിങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം ചെയ്യും എന്നുള്ളൊരു കടുംപിടുത്തൊന്നുമില്ല, നമ്മൾ എല്ലാ ക്യാരക്ടറും ചെയ്യും. ഓക്കെ. അടുത്ത ആരാണ്? അടുത്തത് ടൊവിനോ. നസീർക്ക. അല്ല, മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്, സീനിയറും ജൂനിയറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരുമ്പോൾ അതിൽ കുറച്ച് പേര് മാത്രം പ്രതികരിക്കുന്നതാണ് കാണുന്നത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ടൊവിനോ. ഇപ്പം നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് ടൊവിനോയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മളിപ്പോൾ എല്ലാ ഇഷ്യൂസും കയറി തലയിടുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നത്തിനും ഞാൻ എല്ലാവരുടെയും കൂടെ നിൽക്കും. കറക്റ്റ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാത്തിലും കയറി ഇടപെടുമ്പോൾ നമ്മൾ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് ചെയ്യുന്നതെന്നൊരു കാര്യം ഞാൻ കേട്ടു, മിക്ക ന്യൂസ് ചാനലിൽ ഞാൻ കേട്ടു. പക്ഷേ ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. എനിക്ക് ഈ വെള്ളപ്പത്തി പറ്റരുത്. സിനിമ കാണാനായിട്ട് തിയേറ്ററിലോട്ട് വരുന്ന വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല നമ്മൾ ഈ ചെയ്യുന്നത് മനുഷ്യത്തിൻ്റെ പേരിലാണ്. നമുക്ക് കുറ്റം അതേ ഒറ്റ പാർട്ടി ഉള്ളൂ, അത് മനുഷ്യത്വമാണ്. അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് പറയാൻ കാരണം ഇപ്പം ഞാൻ ചോദിച്ചത് ഒരു കുഴപ്പമിടിച്ച ചോദ്യമാണ്. അപ്പോൾ അതിന് ഇപ്പം ടൊവിനോ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ പോലും അതിന് കറക്റ്റായിട്ടുള്ള ഒരു ജെന്യൂനായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇത് മതി നാളെ ഫേസ്ബുക്കിൽ കുറച്ച് പേർക്ക് പൊങ്കാല ഇടാനുള്ളത്. എന്തായാലും ഗംഭീരമായി കേട്ടോ. എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ മിമിക്രി തുടങ്ങിയ സമയത്ത് തന്നെ പലവരും ഈ സ്റ്റാർസിനെ അനുകരിക്കുമ്പോൾ പർട്ടിക്കുലർ ഒരു ഡയലോഗ് സിനിമയിലെ കറക്റ്റായിട്ട് പഠിച്ചു വരും. അതിന്ന് ഒരു വാക്കെങ്ങാനും മാറിപ്പോയാൽ സ്റ്റേജിൽ കയറില്ല. മനസ്സിലായോ? ഇപ്പൊ ഇതായത് ഈ മറന്നുപോയ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആ ക്യാരക്ടർ ചെയ്യാ, ഡയലോഗേ മറന്നുപോയി. ഉണ്ണി വരിക പോവുക, മനസ്സിലായ? അഖിൽ, ലൈവ് പെർഫോമൻസ് കിഡിലമായിരുന്നു. 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി അടുത്തത് എന്താ പറയാൻ? അടുത്തത് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ സാറിന്റെ സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ്. ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നാദിത പിഞ്ചു പോറ പൂവാ കൊടുത്തിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഫ്രഷാ, ഹോട്ടാ, എനിത്തിങ് സ്വീറ്റാ? Why? That is a perfect time for a perfect kiss.
ஹாய் மாலினி, கிருஷ்ண. நான் இதை சொல்லி ஆகணும், நீ அவ்வளோவான இங்கே எவ்வளோ அழகா ஒரு இவ்வளோ நான் பார்த்துருக்க மாட்டேங்க. எவனாலும் சத்தம் போட்டுக்க சங்க அறுத்துருவேன். என்ன சொன்ன? நானா நறுக்கிடுவியா? நான் சவுடா நான் முடி பண்ணோம், நீ சவுட நான் தான் முடி பண்ணோம். சின்னதா வேண்டி சதை கேட்டு விட்டுனா பாய்ந்து பறக்குறதுக்கு நானா புறாப்பான். நிதானமா இறைய தூக்கிட்டு போற கழுகுடா. வா பள்ளிக்கிட்ட திராஸ் இந்த பன்வாட்டி வரைக்கும் பிடிச்சி வேலை செஞ்ச கைடா. அவ்வளவு சீக்கிரம் யாருக்கிட்ட கை நீட்டி நிற்க மாட்டேன், கை கட்டியும் நிற்க மாட்டேன். போலீஸ் முத்திரையில 3 சிங்கத்தில் பார்த்துருப்பீங்க, பின்னால 4வது ஒரு சிங்கம் இருக்கான். அதை யாரும் பார்த்துருக்க மாட்டேங்க. பார்க்கணும்னு ஆசைப்பட்ட உசுரோடு இருக்க மாட்டேங்க. உளுந்து பூமியில் ரத்தம் சிந்தி அரசியல் அப்புறம் ஒவ்வொரு ஜீவனுக்கும், இந்த நாடு நல்லா இருக்கும் உரைக்கிற ஒவ்வொரு தோழாளுக்கும், அவளையே இந்திய கொடுமை காக்கிற ஒரு மக்கள் போதும், எல்லாத்தையும் தட்டி கேட்கிற ஒழுமே இருக்க. அகில், எங்கேயோ போயிட்டேன். உனக்கு தமிழ் தெரியுமா? തമിഴ് தெரியும். ഞങ്ങൾക്ക് തെരിയില്ല. അതുകൊണ്ട് നീ പറയണ്ട. ബേസിക്കലി ഞാൻ സൂര്യ ഫാൻ. അപ്പോ അതെ, സൂര്യ ഫാനാന്ന് കണ്ടപ്പോ മനസ്സിലായി. കാണാതെ പഠിക്കില്ലല്ലോ. ഇപ്പൊ അവിടെ നിന്നിട്ട് ആ ഡയലോഗ്സ് ഡബ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോഴും ആ വോയിസ് തന്നെ വരുന്നു. ആ വോയിസ് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ? ശരിക്കുള്ള വോയിസ് എങ്ങനെയാണ്? ഇതാണ് ശരിക്കും, ഇതന്നെ സൂര്യയുടെ ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി എന്റെ ശബ്ദം. ശരിക്കുള്ള വോയിസ് ടോവിനോടെയാണ്. അത് കഴിഞ്ഞ പിന്നെ വരുന്നത് അഖിലെ. ഈ അഖിലിനുള്ളൊരു പ്ലസ് പോയിന്റ് എന്താ അറിയോ? നല്ല മോഡുലേഷൻ ഉണ്ട് നിങ്ങളുടെ ഡയലോഗ്സ് പ്രസന്റേഷൻ. അതായത് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ഡബ് ചെയ്തിട്ടിരിക്കുന്ന തോന്നും. ആ ഡബ് ചെയ്യുന്നിടത്ത് അവര് ഉപയോഗിക്കുന്ന മോഡുലേഷൻസ്, ആ ഹസ്കി ആവേണ്ട അടുത്ത് ഹസ്കി ആയിട്ടും ലൗഡ് ആവേണ്ട അടുത്ത് ലൗഡ് ആയിട്ടും അതെല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത് കിട്ടണം എന്നില്ല. കാരണം വെച്ചാൽ ആ ഫീല് നന്നായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അഖിൽ. അഖിൽ ഭയങ്കരമായിട്ട് ഫീൽ ഇമോഷണൽ ആവുന്ന സ്ഥലത്തൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.